നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശ്രീമന്നാരായണീയം ദശകം 34 6 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. 7ാമത്തെ ശ്ലോകം പാരായണം ചെയ്യണു. 2 ദശകങ്ങളിലായിട്ട് രാമായണം പറയണു. അതിൽ ആദ്യത്തെ ദശകത്തിൽ 34 35 അതിൽ 34ാമത്തെ ദശകത്തിൽ 6 ശ്ലോകം പറഞ്ഞു. 7ാമത്തെ ശ്ലോകം പറയണു. ഓം നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാൽ ഗോദാ തടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാം. അഗസ്ത്യം നത്വ, അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചതിന് ശേഷം പ്രിയൈഷി, പ്രിയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള താപസേഭ്യ, താപസന്മാരായിക്കൊണ്ട്, താപസന്മാരോട് എന്നർത്ഥം. സമസ്ത ആശര നികര സപത്രാകൃതിം, എല്ലാ രാക്ഷസന്മാരുടെയും സമൂഹത്തിൻ്റെയും വധത്തെ. സമസ്താശര നികര സപത്രാകൃതിം, ഇവിടെ സമസ്താശര നികര സപത്രാകൃതിം പ്രത്യശ്രൗഷി, താപസന്മാരോടായിക്കൊണ്ട് സമസ്തമായ ആശരന്മാരുടെ, ആശ കൂടുതലുള്ളവരുടെ, ആഗ്രഹം അതിൻ്റെ മാക്സിമത്തിൽ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടുതലുള്ളവരുടെ, അതും അന്യൻ്റെന്ന് ഫ്രീ ആയിട്ട് കിട്ടണം. അത് പിടിച്ചു പറിക്കായാലും വേണ്ടില്ല, കവരലായാലും വേണ്ടില്ല, ഇനി അവനെ കൊന്നിട്ടായാലും വേണ്ടില്ല. അങ്ങനെ ആശ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുടെ, അതാണ് ആശരന്മാർ. ആശരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമത്തിലാണ്. അങ്ങനെ നികരത്തിൻ്റെ ഒരു സമൂഹം, മുഴുവൻ സമൂഹം, ഈ ആശരന്മാരായിട്ടുള്ള സമൂഹത്തിൻ്റെ മുഴുവൻ എന്നർത്ഥം. സപത്രാകൃതിയും, വധത്രേ ചെയ്യുവാൻ ആഗ്രഹിച്ചു. സപത്രാകൃതി ഒരു ഇല പോലെയൊക്കെ ചില ഒന്നുമില്ലാണ്ടേക്ക, അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ നമ്മൾ അത് വാർത്തയിലാക്കപ്പെട്ടു എന്നില്ലേ ആ കൂട്ടത്തിൽ, അങ്ങനെ വിട്ടാൽ മതി. അപ്പം ഇങ്ങനെ സപത്രാകൃതിയും പ്രത്യശ്രൗഷി, അങ്ങനെ ഉറപ്പ് നൽകി, ഇനി അങ്ങനെ ചെയ്തോളാം എന്നുള്ളത് ഉറപ്പ് കൊടുത്തു. എന്നിട്ടോ തദനു മുനിന വൈഷ്ണവേ, അതിനുശേഷം ഈ അഗസ്ത്യ മഹർഷിയായിട്ടുള്ള ആ മുനിമാരിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനി എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷി രാമനാമത്തെ, ഓങ്കാരത്തെ ഒക്കെ പറയുന്നതായിട്ടുള്ള, വ്യാഖ്യാനം ചെയ്യുന്നതായിട്ടുള്ള താരക ബ്രഹ്മ മന്ത്രമാണ്. ഇപ്പോൾ വളരെ പ്രധാനമാണ്. അതിനെ വ്യാഖ്യാനം ചെയ്യാത്ര എളുപ്പമല്ല. അഗസ്ത്യനെ പോലെ വ്യാഖ്യാനം ചെയ്തവരുണ്ടോ സംശയമാണ്. വാമദേവൻ, അതുപോലെ അഗസ്ത്യൻ, ഇവരൊക്കെ ശൈവന്മാരാണ്. വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ട് ഈ രാമമന്ത്രത്തെ, ഓങ്കാരത്തെ ഒക്കെ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ അഗസ്ത്യ മഹർഷി ഭഗവാന് വേണ്ടിയിട്ട് വൈഷ്ണവേ ദിവ്യചാപേ, വിഷ്ണുവിൻ്റേതായിട്ടുള്ള ശാർങ്കം എന്ന വില്ല്, ഇവിടെ ദണ്ടുണ്ട് കേട്ടോ, കോദണ്ഡം ഉണ്ട്, അതിലായിട്ടല്ല, അത് തന്നെയാണ്. അതിൽ ധാരാളമായിട്ട് ബ്രഹ്മാസ്ത്രം തൊട്ടുള്ള ഓരോന്നും ദിവ്യാസ്ത്രങ്ങൾ, ബ്രഹ്മാസ്ത്രം, നാരായണാസ്ത്രം, പാശുപതാസ്ത്രം, ഇങ്ങനെ പലതുമുണ്ട്. അതൊക്കെ ഏതൊക്കെ ദിവ്യാസ്ത്രം വേണ്ടത് വെച്ചാൽ ഈ രാവണനെ വധിക്കാൻ വേണ്ടതെന്തോ അത് മുഴുവൻ ആ സമയത്ത് അഗസ്ത്യ മഹർഷിയാൽ കൊടുക്കപ്പെട്ടു. അത് മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചു. ബ്രഹ്മാസ്ത്രേ അഭി ദത്തെ നൽകിയതിന് ശേഷം പഥി, വഴിയിൽ, പിതൃസുഹൃതം, അച്ഛൻ്റെ സ്നേഹിതനായിട്ടുള്ള ജടായുവിനെ ഈ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് കണ്ടു. അത് ദശരഥൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു കഴുകൻ പക്ഷിയാണ് ഈ ജടായു. ആ ജടായുവിനെ കണ്ടു. ഭൂയഹ, വീണ്ടും വീക്ഷ്യ, അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. മോദാത്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗോദാ തടാന്തേ, ഗോദാവരി നദീ തീരത്തൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പഞ്ചവടി എന്നുള്ള പ്രദേശത്ത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്മാരാൽ പറയപ്പെട്ടുകൊണ്ട് അവിടെ താമസിച്ചോളൂ. ഒരു കൊടും വനാണ്, എന്നാൽ ശാന്തമാണ്. അവിടെ ഈ ഹിംസ്ര മൃഗങ്ങൾ അധികം വരില്ല. മാന, മൊയില തുടങ്ങിയിട്ടുള്ള, പിന്നെ വാഴ തുടങ്ങിയിട്ടുള്ള സാധാരണ നാട്ടുവൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു കാട് തന്നെയാണ്. അവിടേക്ക് അങ്ങോട്ട് പ്രവേശിക്കാനൊന്നും പറ്റില്ല, വളരെ ദുർഘട. പക്ഷെ അവിടെ എത്തിപ്പെട്ടാൽ ഇങ്ങനെയൊക്കെയാണ്. അവിടെ ആ പഞ്ചവടിയിൽ വധൂട്യ പുര പരിരമസി, അവിടെ നന്നായിട്ട് തന്നെ വസിക്കുകയും ചെയ്തു. 5 മരങ്ങൾ ഉള്ള സ്ഥലമാണ് സ്വതേ പഞ്ചവടി എന്ന് പറയാറുണ്ട്.
നാൽപ്പാമരവും നെല്ലി എന്ന് സാമാന്യനെ പറയാറുണ്ട്. ഈ അരയാല്, പേരാല്, മറ്റേ അത്തി, ഇത്തി, 4 പാലുള്ള മരങ്ങൾ, പിന്നെ നെല്ലിയും കൂടി ചേർന്നതാണ് എന്നാണ് സാമാന്യനെ പറയാം. പിന്നെ പഞ്ചമരങ്ങൾ പലതും ഉണ്ടാവാം, അത് ഏത് വേണമെന്ന് വെച്ചാൽ പറയാം. ഏതായാലും ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ 5 മരങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് അവിടെ കണക്കാക്കിയത്. വാഴ തൊട്ടുള്ള എല്ലാ, മാവ്, പ്ലാവ്, തെങ്ങ്, വാഴ, ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ കാണുന്ന സകലതും ആ പഞ്ചവടിയിലുണ്ട് എന്നാണ്. ഏതായാലും അവിടെ 12 വർഷം സുഖമായിട്ട് താമസിച്ചു. വധൂട്ടിയ, ഭാര്യ സീതയോട് കൂടിയിട്ട് പുരാ പരിരമസി, സുഖമായിട്ട് വസിച്ചു എന്ന് സിമ്പിളായിട്ടുള്ളൊരു ശ്ലോകം. നത്വ അഗസ്ത്യം സമസ്ത ആശര നികര സപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷീ പ്രിയൈഷീ തദനു ച മുനിന വൈഷ്ണവേ ദിവ്യചാവേ ബ്രഹ്മാസ്ത്രേ ച അപി ദത്തേ പതി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാത് ഗോദാ തടാന്തേ പരിരമസി പുരാ പഞ്ചവട്ട്യാം വധൂട്ട്യാം. ഇപ്പോൾ അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചു. അതിനുശേഷം അഗസ്ത്യ മഹർഷി പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനായിട്ട് ധാരാളം താപസന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അനവധി രാക്ഷസന്മാരെ ഒന്നിച്ച് വധിച്ചോളാം എന്നുള്ള ഒരു സത്യം ചെയ്തു, ഒരു ഉറപ്പ് നൽകി. പ്രത്യശ്രൗഷി, സത്യം ചെയ്യലാണ് ശരിക്കും. പിന്നെ അഗസ്ത്യ മഹർഷിയിൽ നിന്ന് വൈഷ്ണവ ആയുധങ്ങളായിട്ട് പലതും, എന്നുവെച്ചാൽ നാരായണാസ്ത്രം തുടങ്ങിയിട്ടുള്ള ഓരോന്നും, ബ്രഹ്മാസ്ത്രം തൊട്ട് പാശുപതം എന്തൊക്കെയാണ് ഉണ്ടെച്ചാൽ ഒക്കെ വാങ്ങി. അത് അഗസ്ത്യൻ കൊടുത്തു, ശ്രീരാമൻ സ്വീകരിച്ചു. അതിനുശേഷം അച്ഛൻ്റെ സ്നേഹിതനായിട്ടുള്ള പക്ഷി രാജാവ് ജടായുവിനെ കണ്ടു. അങ്ങനെ വീണ്ടും ഗോദാവരി തീരത്തിൽ അങ്ങനെ നടന്നു. അങ്ങനെ അഗസ്ത്യ മഹർഷി പറഞ്ഞിട്ട് പഞ്ചവടി എന്നുള്ള പ്രദേശത്ത് സീതയോടൊത്ത് ലക്ഷ്മണനും രാമനും സീതയും കൂടിയിട്ട് അവിടെ സുഖമായിട്ട് 12 വർഷം താമസിച്ചു എന്നാണ്. നത്വാഗസ്ത്യം സമസ്താശരനികര സപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനു ച മുനിന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പതി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദ ഗോദ തടാന്തേ പരിരമസി പുരാ പഞ്ചവട്ട്യാം വധൂട്ട്യാം. അതിനുശേഷം 8ാമത്തെ ശ്ലോകം. പ്രാപ്തായ ശൂർപ്പണഖ്യ മദനചലധൃതേഃ അർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യായുത സമധികാം തത് ക്ഷണാത് അക്ഷതോഷ്മാ. മദനചലധൃതേ, മദനനാൽ ഇളകിയതായിട്ടുള്ള ധൈര്യത്തോടു കൂടിയ. കാമം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണില്ല, കാമത്തിന് കണ്ണ് കണ്ടുകൂടാ. അങ്ങനെ ഈ കാമപീഡിതയായിട്ടുള്ള ഒരു സ്ത്രീ ശൂർപ്പണഖയാണ്. പ്രാപ്തായ, അവിടെ വന്നു. അങ്ങനെയുള്ള ആ ശൂർപ്പണഖയുടെ വിശേഷനാണ് മദനചലധൃതേ പ്രാപ്തായ. കാമം അങ്ങോട്ട് വന്ന് പിടികൂടി, പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ കണ്ണ് കാണാനില്ല, ധൈര്യവും കിട്ടി. അങ്ങനെ എന്നെ കല്യാണം കഴിക്കൂ എന്ന് രാമനോട് ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശൂർപ്പണഖ ആദ്യം ഒരു കല്യാണം കഴിച്ചായിരുന്നു. ആ ഭർത്താവിനെ ചില കാരണങ്ങളെ കൊണ്ട് ഏട്ടനായിട്ടുള്ള രാവണന് വധിക്കേണ്ടി വന്നു. അത് വധിക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ചില സന്ദർഭമൊക്കെ ഉണ്ടായി. ശൂർപ്പണഖ പക്ക രാക്ഷസിയാണ്. ശൂർപ്പണഖയുടെ ഭർത്താവ് കുറച്ചൊരു സാത്വികനാണ്. രാക്ഷസ കുലത്തിന് അത്ര നേരെ പോകുന്നത് ശരിയാണ്. എന്നാൽ രാക്ഷസൻ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീര്യമൊക്കെ കാണിച്ചോ സംശയം. ഏതായാലും രാവണൻ്റെ മുമ്പിൽ ഇത് ശത്രുഭാവത്തിൽ എത്തിപ്പോയി. അപ്പോൾ സഹോദരിയുടെ ഭർത്താവ് എന്ന കാര്യം മറന്നു. അദ്ദേഹത്തിനെ വധിച്ചു, ആ രാക്ഷസനെ വധിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള ഭർത്താവിനെ നീ കല്യാണം കഴിച്ചോ, നിനക്ക് ഇഷ്ടമുള്ളൊരു യുവാവിനെ നീ കണ്ടുവയ്ക്കുക, അതാരായാലും വേണ്ടില്ല, ഈ ബ്രഹ്മാണ്ടത്തിലെ ആരെ കണ്ടാലും കല്യാണം കഴിച്ചോളൂ, അതിന് തടസ്സം നിൽക്കുന്ന ഒരാളെ ഞാൻ വധിച്ചോളാം, ഇതാണ് കരാറ്. അതല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചോളാം, നിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കും
എവിടെ വെച്ചാൽ പോയിട്ട് താമസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഖരദൂഷണ ത്രിശിരസ്സുകൾ താമസിക്കുന്നതായിട്ടുള്ള വനത്തിലെത്തി. സഹോദര സ്ഥാനത്താണ് ശൂർപ്പണഖയുടെ. അവിടെ സുരക്ഷിതരായിട്ട് അവർ പാർപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമൻ പഞ്ചവടിയിൽ താമസിക്കുകയാണ്. കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ശൂർപ്പണഖ ശ്രീരാമൻ്റെ പാദം വെച്ചിട്ടുള്ള അടയാളം കാണുക ഭൂമിയിൽ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് രാമൻ അതിസുന്ദരനാണല്ലോ എന്ന് മനസ്സിലായത്. ശംഖചക്ര ഗദ പത്മാദികളെല്ലാം ഈ തൃപ്പാദത്തിലുണ്ട്. വജ്രാങ്കുശധ്വജ സരോരുഹ ലാഞ്ചനാഢ്യം അതൊക്കെ കണ്ടു. ഇത് സുന്ദരനായിട്ടുള്ളൊരു പുരുഷനാണല്ലോ എന്ന് മണം പിടിച്ച് അന്വേഷിച്ച് വന്നു. കാലടിപ്പാട് നോക്കിയിട്ട് വന്നു എന്നാ. അപ്പോഴാണ് രാമനെയും കണ്ടു, ലക്ഷ്മണനെയും കണ്ടു, സീതയും കണ്ടു. രാമനെയാണ് കൂടുതൽ ഇഷ്ടമായത്. രാമൻ്റെ കാൽപ്പാതാണ് കണ്ടത്. നേരിട്ട് രാമനോട് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അടിമുടി ഒന്ന് നോക്കി. സുന്ദരിയായിട്ടാണ് ചെന്ന്, രാക്ഷസിയായിട്ടല്ല. രാമൻ്റെ രൂപത്തിന് അനുയോജ്യ രൂപം സ്വീകരിച്ചുകൊണ്ടാണ് ചെന്നത്. ഉള്ളു കണ്ടു, ശൂർപ്പണഖയാണ്, രാക്ഷസിയാണ്, രാവണ സഹോദരിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഏകപത്നി വ്രതം സ്വീകരിച്ചയാളാണ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അനുജൻ നിൽക്കുന്നുണ്ട്, കുറച്ചുകൂടി സൗന്ദര്യം കൂടുകയും ചെയ്യും, അങ്ങോട്ട് ചെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണനെ അടുത്ത് ചെന്ന് ശൂർപ്പണഖ ചോദിച്ചു, എന്നെ വിവാഹം കഴിക്കണം, ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കളിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായി ലക്ഷ്മണൻ. നീയെ കേമത്തിയാണ് കണ്ടു കഴിഞ്ഞാൽ. മാത്രമല്ല ഞാനാച്ച ഒരു ദാസനുമാണ്. അപ്പോൾ എൻ്റെ പത്നിയായിട്ട് നീ വരികയാണെങ്കിൽ നീ ദാസിയായിട്ട് വേണ്ടി വരും. ഞാൻ ദാസനാകുമ്പോൾ നീയും ദാസിയാവും, അത് വിഷമാവും. ഏട്ടനോട് എന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, അത് അത്ര ശരിയാവും തോന്നുന്നില്ല, അനി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധിച്ചാൽ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. വീണ്ടും ഇവിടെ വന്ന് പറഞ്ഞു. അത് സമ്മതിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ കളിയാക്കലുകളും ഇങ്ങനെ ഏട്ടനും അനിയനും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ശൂർപ്പണൊക്കെ അങ്ങനെ കുറച്ചൊരു വഷളായി. ഒരു 5-6 വട്ടം ഉണ്ടായി ഇത്രേ, പല കാരണങ്ങളെ കൊണ്ട്. ഏതായാലും ശൂർപ്പണഖയ്ക്ക് ശുണ്ഠി വന്നു. സീതയുടെ സമ്മതം വാങ്ങണം, സീത അനുവദിച്ചാൽ മാത്രമേ അത് പറ്റുള്ളൂ. അതേപോലെ തന്നെ ദാസി ആവേണ്ടി വരും. മാത്രമല്ല രാജകീയ പദവികളൊന്നും ഉണ്ടാവില്ല. നീയിപ്പോൾ രാജകീയ പദവിയിലായിരിക്കുന്നത്, ഞങ്ങളിതാ വനവാസികളാണ്, അപ്പോൾ വനവാസം സ്വീകരിക്കേണ്ടത്, അത് കുഴപ്പമില്ല പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഈ കല്യാണം കഴിച്ചാൽ പിന്നെ സ്വഭാവം മാറ്റാൻ സാധിക്കും. ഇഷ്ടംപോലെ പണ്ടാ വേണ്ടച്ചാൽ പണ്ടം, അല്ല എന്താ വേണ്ടച്ചാൽ അതൊക്കെ ഉണ്ടാക്കാൻ ശൂർപ്പണൊക്കെ കൂട്ടിയാൽ പറ്റും. ഏട്ടൻ്റെ ഇല്ലാച്ചാൽ സ്വർണ്ണനഗരിയാണ്, അപ്പോൾ അതിനും ക്ഷാമമില്ല. അത് കണക്കാക്കിയിട്ടാണ് ആവാമെന്ന് പറഞ്ഞത്. പക്ഷേ അത് പറ്റില്ല പറഞ്ഞു. ഇങ്ങനെ 5-6 വട്ടം അതൊരു കളിയാക്കലായിട്ട് തോന്നി. അപ്പോൾ ഇതിനൊക്കെ തടസ്സമായിട്ട് കണ്ടത് സീതയാണ്. ആ സീതയെ പിടിച്ച് തിന്നാനായിരുന്നു. രാക്ഷസിയല്ലേ, സ്വന്തം രൂപത്തിൽ. ഇതാണ് ചെല്ലലും രാമനൊന്ന് നോക്കലും ലക്ഷ്മണൻ തൻ്റെ ആയുധെടുത്തിട്ടൊരു പെരുമാറലും. അപ്പോൾ പൊന്തി നിൽക്കുന്നതൊക്കെ ആ വാള് ഛേദിച്ചു എന്നാണ്. ചെവി, മൂക്ക് തുടങ്ങിയുള്ളതൊക്കെ അരിഞ്ഞു കളഞ്ഞു. അതോട് കൂടിയിട്ട് ശൂർപ്പണഖയ്ക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായി. അവിടെ നിന്ന് ഓടി ഖരദൂഷണ ത്രിശിരസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ 14,000 യോദ്ധാക്കളെയും കൊണ്ട് യുദ്ധത്തിന് വന്നു. 3.25 നാഴിക നേരം കൊണ്ട് ഈ ഖരദൂഷണ ത്രിശിരസ്സുകളെയും 14,000 രാക്ഷസന്മാരെയും ഒരുമിച്ച് ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് വധിച്ചു. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് രാവണൻ്റെ അടുത്തേക്ക് ശൂർപ്പണഖ ഓടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവണൻ്റെ മട്ടും ഭാവം കണ്ടപ്പോൾ ഒന്ന് കളിയാക്കാനാണ് തോന്നിയത്. ഭാവം മാറി ഇടയ്ക്കിടയ്ക്ക്, നിന്റെ ചാരക്കണ്ണുകൾ എത്താത്ത സ്ഥലമുണ്ട് അറിയുമോന്നായി. ഇത് നിലവിളിച്ചും കൊണ്ടാണ് വരണത്. മൂക്ക് പകുതി കാണാനില്ല, ചെവി കാണാനില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാരാ ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും മനസ്സിലായില്ല. ചാരക്കണ്ണുകൾ ദുർബലാണ്. അതല്ലാച്ചാൽ ഖരദൂഷണ ത്രിശിരസ്സുകൾ മരിച്ചെടുക്കണോ, ആ 14,000 ആൾക്കാരെയും ഒരു വനവാസി കൊന്നിരിക്കണോ. 2 വനവാസികളുണ്ട്, ഒരു പെണ്ണുമുണ്ട്. ഞാൻ ആ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഏട്ടന് വധുവാക്കാൻ വളരെ ഉത്തമമാണ് എന്ന് മനസ്സിലായിട്ട് ഞാൻ അവരോട് പെണ്ണ് ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോഴാണ് അതിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇപ്രകാരത്തിലാക്കിയത്. പിന്നെ എന്നെ സഹായിക്കാൻ വന്ന അവരെ ഇതാ മുഴുവൻ വധിച്ചേർക്കണോ, വല്ല അറിഞ്ഞോ ചോദിച്ചു, കളിയാക്കി.
അപ്പോൾ ചുണ്ടി വന്നു രാവണന്. അങ്ങനെയാണ് രാവണൻ ഈ സീതയെ കട്ടുകൊണ്ടുപോരാം എന്ന് നിശ്ചയിച്ചത്. പരമജ്ഞാനിയായിട്ടുള്ള രാവണൻ ജയൻ്റെ അവതാരമാണ്. അപ്പോൾ രാമനിലേക്ക് എത്താൻ സീത തന്നെയാണ് നല്ലത്. അത് പണ്ടൊരു ശാപം കിട്ടിയിട്ടുണ്ട് പൂർവ്വജന്മത്തിൽ. സീത വേദവതിയായിട്ടുള്ള സമയത്ത് ശപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശാപം ഇവിടെ ഒരു പ്രേരണയായിട്ട് മാറി. തനിക്കും വേഗത്തിൽ തന്നെ ഭഗവാന്റെ അടുത്ത് എത്തണം. ഇനി അധികം കാലമൊന്നുമില്ല, 5-6 മാസം ഉണ്ടോ എന്ന് വെച്ചില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ നടക്കണം. അത് കണക്കാക്കിക്കൊണ്ട് സീതയെ കട്ടുകൊണ്ടാൻ വേണ്ടി നിശ്ചയിക്കുക. അങ്ങനെ രംഗമാണ്. അപ്പോൾ അതിൻ്റെ സൂചനയാണ് ഇവിടെയൊക്കെ പറഞ്ഞത്. ഇങ്ങനെ അർത്ഥനൈഹി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിക്കൂ എന്ന് നിസ്സഹാത്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹായിക്കാൻ കഴിയാത്ത ഭാവത്തിലാണല്ലോ ശ്രീരാമനുള്ളത്. താം സൗമിത്രവും ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വിട്ടു. ലക്ഷ്മണനും വിസൃജ്യ, അത് അങ്ങോട്ട് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ പ്രബല തമരുഷ, വളരെ കൂടുതൽ വളർന്നതായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് തേന ആ ലക്ഷ്മണനാൽ നിർലൂനനാസാം മുറിക്കപ്പെട്ടതായിട്ടുള്ള മൂക്കോട് കൂടിയവള് രുഷ്ടചിത്താം കോപിച്ചതായിട്ടുള്ള മനസ്സോട് കൂടിയവളുമായ ഏനാം ശൂർപ്പണഖയെ ദൃഷ്ട കണ്ടു കഴിഞ്ഞപ്പോൾ അഭിപതിതം പാഞ്ഞെടുത്തതായിട്ടുള്ള ഖരം ദൂഷണം ത്രിമൂർധം ച ഖര ദൂഷണ ത്രിശിരസ്, അവരും ആയുധ സമധികാൻ 10,000-ലധികം 14,000 പേരാണ്. ആശരാൻ അഭി ഈ രാക്ഷസന്മാരെയും ആശ അതിലെ ഈശ്വരന്മാർ, അങ്ങനെയാണ് ആശയിലാണ് ഈശ്വരത്വം, അത് ഉള്ളതായിട്ടുള്ള ഈ അസുരന്മാരെ മുഴുവൻ അക്ഷദോഷ്മ തളരാത്തതായിട്ടുള്ള ഊഷ്മാവിനോട് കൂടിയിട്ട് ചൂടോട് കൂടിയിട്ട് വീര്യത്തോട് കൂടിയിട്ട് തൽക്ഷണാത് അതേ സമയത്ത് തന്നെ 3.25 നാഴിക ഒരു മുഹൂർത്തം കൊണ്ട് വ്യാഹിംസി മുഴുവനായിട്ട് വധിച്ചു എന്ന് ഈ ശ്ലോകം. അപ്പോൾ വളരെ വേഗത്തിൽ ഖരദൂഷണ ത്രിശിരസ്സുകളെ വധിച്ചതും ഈ മൂക്കും മലയൊക്കെ അരിഞ്ഞതായിട്ടുള്ള രംഗവും ശൂർപ്പണഖയ്ക്ക് പീഡനം സഹിച്ചതായിട്ടുള്ള രംഗം. പ്രാപ്തായ ശൂർപ്പണഖ്യ മദന ചലധൃദേഹേ അർത്ഥനൈഹി നിസ്സഹാത്മ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലോനനാസാം ദൃഷ്ട്വൈനാം രുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യായുധ സമധികാംസ്തത് ക്ഷണാത് അക്ഷദോഷ്മ മദനചലധൃതേ. പ്രാപ്തായഃ ശൂർപ്പണഖ്യാഃ അർത്ഥനൈഃ നിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലൂനനാസാം രുഷ്ടചിത്താം ഏനാം ദൃഷ്ട്വാ അഭിപതിതം ഖരം ദൂഷണം ത്രിമൂർത്തം ച ആയുധ സമധികാൻ ആശരാൻ അഭി അക്ഷതോഷ്മ തൽക്ഷണാത് വ്യാഹിംസി. ഇങ്ങനെ ശൂർപ്പണഖ വന്നിട്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്കും അത് പറ്റാത്ത സാഹചര്യം വന്നു, നിർബന്ധം വന്നു. സീതയെ പിടിച്ച് തിന്നാൻ ചെന്നു. അപ്പോൾ മൂക്ക് ചെവിയൊക്കെ അരിഞ്ഞു. ശൂർപ്പണഖ വിരൂപയായി, വേദന സഹിക്കാൻ വയ്യാതെ കണ്ട് ഖരദൂഷണന്മാരുടെ അടുത്ത് എത്തി. അവർ വന്നു. 3.25 നാഴിക നേരം കൊണ്ട് രാമനും ലക്ഷ്മണനും കൂടിയിട്ട് ഈ 14,000 രാക്ഷസന്മാരെയും ഖരദൂഷണ ത്രിശിരസ്സുകളെയും വധിക്കുകയും ചെയ്തു. പ്രാപ്തായ ശൂർപ്പണഖ്യ മദന ചലധൃദേഹേ അർത്ഥനൈഃ നിസ്സഹാത്മ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലോനനാസാം ദൃഷ്ട്വാ ഏനം രുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീഃ ആശരാൻ അപി ആയുധ സമധികാൻ തൽക്ഷണാത് അക്ഷദോഷ്മ എന്ന 8ാമത്തെ ശ്ലോകം. ഇനി 9ാമത്തെ ശ്ലോകം. സോദര്യാ പ്രോക്തവാർത്ത വിവശദശമുഖാദിഷ്ട മാരീചമായാ സാരംഗം സാരസാക്ഷ്യ സ്പൃഹിതമനുഗത പ്രാവധിർബാണഘാതം തന്മായാക്രന്ദനിര്യാപിത ഭവദനുജാം രാവണസ്താ മഹർഷീഃ തേന ആർത്തോപി ത്വമന്തഃ കിമപി മുദമഥാഃ ത്വദ്വധോപായലാഭാത്. സാരസാക്ഷിയാഹ സുന്ദരിയായിട്ടുള്ള
സാരസ അക്ഷ്യാഹ താമരക്കണ്ണിയായിട്ടുള്ള സാരസാക്ഷ്യാഹ സ്പൃഹിതം ആശിക്കപ്പെട്ടത് സ്പൃഹയോട് കൂടിയത് സോദര്യ ഈ സഹോദരിയാൽ പ്രോക്തവാർത്ത വിവശ ദശമുഖാദിഷ്ട മാരീച മായ സാരംഗം. ഈ താമരക്കണ്ണിയായിട്ടുള്ള സീതയിൽ കാമം ജനിപ്പിച്ചു ശൂർപ്പണഖ. അപ്പോൾ കുറച്ചൊരു ആഗ്രഹം ഉണ്ടായി. സ്പൃഹിത രാവണന് ആഗ്രഹം ഉണ്ടായി. സോദരിയായിട്ടുള്ള ശൂർപ്പണഖയാണ് അത് കാമം ജനിപ്പിച്ചത്. പ്രോക്ത വാർത്ത ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു. പ്രോക്ത വാർത്ത എന്താ വാർത്ത? ഈ വർത്തമാനം സീത സുന്ദരിയാണ്, കല്യാണം കഴിച്ചോളൂ എന്നാണ്. വിവശ ദശമുഖ അപ്പോൾ സൗന്ദര്യത്തിൽ ഈ രാവണൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. സ്ത്രീകളെ വല്ലാതെ കണ്ട് ആകർഷിക്കും. അങ്ങനെയാണ് സ്ത്രീ ഭോഗലംബടന. അപ്പം അതുകൊണ്ട് ദശമുഖാത് ദശമുഖൻ്റെ രാവണൻ്റെ ഈ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ ചെറിയൊരു സൂത്രം പ്രയോഗിക്കാം എന്ന് രാവണൻ നിശ്ചയിക്കുന്നു. ആ രാവണൻ്റെ സുഹൃത്തായിട്ടുള്ള ഇഷ്ടനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മായ കൊണ്ട് സാരംഗം ഒരു മാനിൻ്റെ രൂപത്തെ സ്വീകരിപ്പിച്ചു. പൊന്മാനിൻ്റെ രൂപത്തെ സ്വീകരിപ്പിച്ചു. അതാണ്. അപ്പോൾ സാരസാക്ഷ്യാഹ സ്പൃഹിതം സോദര്യ പ്രോക്തവാർത്ത വിവശ ദശമുഖാത് ഇഷ്ട മാരീച മായാസാരംഗമായിട്ട് രാവണൻ പറഞ്ഞ് മാരീചൻ ഒരു മൃഗമായിട്ട് മായപ്പൊന്മാനായിട്ട് സ്വർണ്ണമാനായിട്ട് മാറി. അനുഗത ഈ രാമൻ്റെ ആശ്രമത്തിൽ ചെന്നപ്പോൾ സീത ഈ മാനിനെ കണ്ടു. എനിക്ക് ആ മാനിനെ വേണമെന്ന് പറഞ്ഞു. വാശി പിടിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതാണ്. വാശി പിടിച്ചപ്പോൾ കാരണം ഇതൊക്കെ മുന്നേ കൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. മാൻ വരും. അപ്പോൾ അതുകൊണ്ട് അഗ്നി ഭഗവാൻ അവിടെ ബ്രാഹ്മണനായിട്ട് വന്നു. സീതയെ അഗ്നിയിലേക്ക് കൊടുത്തു. ബ്രാഹ്മണൻ സ്വീകരിച്ച് കൊണ്ടുപോയി. രാവണവധം കഴിഞ്ഞതിന് ശേഷം സീതയെ തിരിച്ചു തരാം, അതുവരെ മായാസീത ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഛായാസീത ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഛായാസീതയാണ് ഈ മാനിനെ കണ്ടത്. ആ മാനിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മാനിൻ്റെ പിന്നാലെ പോയി രാമൻ. ആ മാരീചനെ പൊന്മാനിനെ പിന്തുടർന്നുള്ള ആ രാമനെ പിന്നെയോ മയക്കാൻ നോക്കിയെങ്കിലും മയക്കൽ പറ്റിയില്ല. അപ്പോൾ ബാണഘാതം പ്രാവധി ആ സമയത്ത് ശ്രീരാമൻ്റെ അമ്പ് കൊണ്ട് ഈ മായ വശമുള്ളതായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള മാരീചൻ വധിക്കപ്പെട്ടു. അപ്പോൾ മാരീചൻ ലക്ഷ്മണ എന്ന രാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു. അപ്പോൾ സീത പറഞ്ഞു, രാമൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, ഒന്ന് ചെന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാമനൊന്നും പറ്റില്ല. രാമനെ ഈ മാരീചനെ വധിക്കാൻ ഒരു പ്രയാസമില്ല. പിന്നെ എന്നെ സീതയെ നോക്കണം എന്ന് പറഞ്ഞിട്ട് എഴുത്തമ്മയെ നോക്കണം എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഇവിടുന്ന് വിട്ടുപോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കാവലിരിക്കുകയാണ്, എന്നെ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ വിവാഹം കഴിക്കാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കേൾക്കാൻ വയ്യാതെ കണ്ട് ചെവി പൊത്തി. എന്നിട്ട് ഒരു ലക്ഷ്മണരേഖ വരച്ചു. ലക്ഷ്മണൻ ഈ വരയിൽ നിന്നും പുറത്ത് പോകരുത് കേട്ടോ എന്ന് സീതയോട് പറഞ്ഞു. അവിടുന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഗൗനിക്കുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞു. അതിനുശേഷം ഈ വര വരച്ചതിന് ശേഷം രാമൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്താണ് രാവണൻ ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് വരണത്. എന്നിട്ട് സീതയോട് പറഞ്ഞു, എന്നെ സ്വീകരിക്കൂ എന്നുള്ള മട്ട്. അപ്പോൾ ഫലം തരണം, വെള്ളം തരണം, അങ്ങനെയില്ലേ, അങ്ങനെ ബ്രാഹ്മണനെ പൂജിക്കുമ്പോൾ ചില കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അകത്തേക്ക് വരുമെന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ലക്ഷ്മണരേഖ കാരണം കൊണ്ട് അകത്തേക്ക് കടക്കാൻ വയ്യ. സീത പുറത്തേക്ക് വന്നിരുന്ന് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും രാവണൻ സ്വന്തം വേഷം, ബ്രാഹ്മണ വേഷം ഒഴിവാക്കി 10 തലയുള്ള രാവണനായിട്ട് സീതയെ പിടിച്ച് പുഷ്പക വിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ആ രാവണൻ തൻ മായാക്രന്ത നിര്യാപിത ഭവത് അനുജാം, ഈ മാരീചൻ്റെ മായ കാട്ടിയതായിട്ടുള്ള ആക്രന്ദനം, ഈ രാമൻ്റെ ശരം കൊണ്ടിട്ട് മാരീചൻ മരിച്ചപ്പോൾ ലക്ഷ്മണൻ്റെ
നേർക്ക് അഭയം ചോദിച്ചുകൊണ്ട് രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണ എന്ന് വിളിച്ചു, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഈ ആക്രന്ദനം കേട്ടപ്പോൾ പിന്നാലെ ഐക്യപ്പെട്ടതായിട്ടുള്ള സീതയാൽ ഈ ലക്ഷ്മണനോട് പറഞ്ഞു പോയിട്ട് രാമനെ സഹായിക്കൂ എന്ന്. അപ്പോൾ ലക്ഷ്മണനും പോയി. ആ സമയത്ത് ഭവത് അനുജാം ഇതേപോലെ പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഭഗവാനെ ശ്രീരാമൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണനെ ഇതുപോലെ സീതയിൽ നിന്നും അകറ്റിയതിന് ശേഷം താം ആ സീതാദേവിയെ അഹാർഷീത് അപഹരിച്ചു രാവണൻ, പുഷ്പവിമാനത്തിൽ കയറ്റിക്കൊണ്ടായി. തേന അതുകൊണ്ട് ത്വം അങ്ങ് ആർത്തഹ അഭി ദുഃഖിതനാണ് എന്ന് നാട്യം നടിച്ചു. എൻ്റെ സീത പോയോ എന്നും പറഞ്ഞിട്ട് കരഞ്ഞു. ആർത്തഹ അഭി തദ് വധോപായ ലാഭാത്, എന്തെങ്കിലും ഒരു കാരണം കിട്ടാതെ എങ്ങനെയാണ് ഈ രാക്ഷസനെ വധിക്കുക? ഒന്നുകിൽ തന്നെ ആക്രമിക്കാൻ വരണം, അതല്ലാച്ച എന്തെങ്കിലും തെറ്റ് ചെയ്യണം, ശിക്ഷിക്കാൻ തക്കവണ്ണുള്ള തെറ്റ്, വധശിക്ഷ കൊടുക്കാൻ പറ്റുന്ന തെറ്റ്. ഇവിടെ വധശിക്ഷയാണ്. അതായത് നാരിയെ അപഹരിക്കുക, നാരിയുടെ സമ്മതമില്ലാതെ കണ്ട് ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള പീഡനങ്ങൾ ചെയ്യുക, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ വധശിക്ഷയ്ക്കാണ് അർഹത. ശരിക്കും വധിക്കണം. പീഡനങ്ങൾക്കൊക്കെ വധമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വധശിക്ഷയ്ക്കുള്ള അർഹത കിട്ടിയല്ലോ. ഇപ്പം ഇനിയിപ്പോൾ ചോദ്യം പറയുന്നു വേണ്ട, നീ കൊല്ലേ വേണ്ടു, ആ മട്ടെത്തി. അപ്പോൾ ഇങ്ങനെ ദുഃഖിതനായിട്ട് ആർത്തഹ അപി തത് വധോപായ ലാഭാത് അന്തഹ കിമപി മുദം അഥാഹ. അപ്പോൾ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ടും പുറമെ ദുഃഖം അഭിനയിച്ചുകൊണ്ടും ശ്രീരാമൻ കഴിഞ്ഞു എന്നാണ്. സോദര്യ പ്രോക്തവാർത്ത വിവശ ദശമുഖാത് ഇഷ്ട മാരീച മായാസാരംഗം സാരസാക്ഷ്യ സ്പൃഹിതമനുഗതഃ പ്രാവധി ബാണഘാതം തന്മായ അക്രന്ദ നിർയാപിത ഭവദനുജാം രാവണഃ താം അഹർഷീത് തേന ആർത്തഃ അഭി ത്വം അന്തഃ കിമപി മുദമഥാഹ തദ്വധ ഉപായ ലാഭാത്. ഇത് പദച്ഛേദം. സാരസാക്ഷ്യാः സ്പൃഹിതം സോദര്യ പ്രോക്തവാർത്ത വിവശ ദശമുഖാത് ഇഷ്ട മാരീച മായാ സാരംഗം അനുഗതഃ ബാണഘാതം പ്രാവധീഃ രാവണഃ തന്മയാ ആക്രന്ദ നിർയാപിത ഭവത് അനുജാം താം അഹർഷീത് തേന ത്വം ആർത്തഃ അപി തദ് വധ ഉപായ ലാഭാത് അന്തഃ കിം അപി മുദം അഥാഹ എന്ന അന്വയം. അപ്പോൾ സീതയെ കട്ടത് മാരുജനെ കാപട്യം കാട്ടി വിട്ട് ഒരു മാനായിട്ട് വിട്ട് ആ മാനിനെ കൊണ്ട് സീതയിൽ നിന്ന് രാമനെയും ലക്ഷ്മണനെയും ക്രമേണ അകറ്റി. ആ രാമൻ മാരീചനെ വധിച്ചു കഴിഞ്ഞപ്പോൾ മായ കാട്ടിക്കൊണ്ട് രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സീത ലക്ഷ്മണനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് ഈ രാവണൻ സീതയെ കട്ടു. അപ്പോൾ രാമൻ ദുഃഖം അഭിനയിച്ച് കരയുകയും ചെയ്തു. രാവണനെ വധിക്കാനുള്ള ഉപായം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം ഉള്ളിലുണ്ടാവുകയും ചെയ്തു എന്ന് ഈ ശ്ലോകം. സോദര്യ പ്രോക്തവാർത്ത വിവശ ദശമുഖാദിഷ്ടമാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവദനുജാം രാവണസ്താമഹർഷീർത്തേനാർത്തോ വിത്വമന്ത കിമപി മുദമഥാഹ തദ്വധോപായ ലാഭാത്. ഇനി 10ാമത്തെ ശ്ലോകം. ഈ ദശകത്തിൽ 10 ശ്ലോകമാണ് ഉള്ളത്. ഭൂയസ്തന്വീം വിചിന്നന്നഹൃദ ദശമുഖസ്തദ്വധും ത്വദ്വധൂം മദ്വധേനേത്യുക്ത ഇതി ഉക്ത്വാ യാതേ ജടായൗ ദിവമഥ സുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭ്രശമുദിതമന പാഹി വാദാലയേശാം. ഹനുമൽ സംഘം വരെ എന്നാണ്. അപ്പോൾ ശങ്കരനും വിഷ്ണുവും കൂടിയിട്ട് ഹരിഹരന്മാർ കൂടി യോജിച്ചു. അഥ ഭൂയ അതിനുശേഷം വീണ്ടും തന്വീം ഈ സുഭഗയായിട്ടുള്ള സീതയെ വിചിന്നൻ അന്വേഷിക്കുന്നതായിട്ട് ദശമുഖ രാവണൻ മത് വധേന ത്വദ്വധൂം രാവണൻ എൻ്റെ നിധനത്തിലൂടെ അങ്ങയുടെ ഭാര്യയെ അഹൃത അപഹരിച്ചു. ഇതി ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് ജടായു. അപ്പോൾ ആ ജടായു ഈ
സീതയെ കട്ടുകൊണ്ടുപോകുന്നതായിട്ടുള്ള രാവണനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാവണനെ തടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ രാവണൻ ഈ പക്ഷിരാജാവായിട്ടുള്ള ജടായുവിൻ്റെ 2 ചിറകും അരിഞ്ഞു, അത് താഴെ വീണു. ഇങ്ങനെ ഇതി ഉക്ത ജടായു ദിവം യാതേ. അപ്പം ജടായുവിനെ സീത അനുഗ്രഹിച്ചു. രാമനെ കണ്ടിട്ട് ഈ കാര്യം പറയുന്നത് വരെ വേദന ഉണ്ടാവില്ല, അതിനുശേഷമേ മൃത്യു വരുള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പോൾ രാമനെ കണ്ടു, ജടായു കാര്യം പറഞ്ഞു, അങ്ങനെ മുക്തി നേടി സഹോദര സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഈ ശ്രീരാമൻ ജടായുവിന് പിണ്ടം വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ മാനിൻ്റെ മാംസം കൊണ്ട് പിണ്ടം വെച്ചു എന്നാണ്. അച്ഛന് ഓടപ്പഴപ്പിണ്ടം കൊണ്ടാണ്, ഇവിടെ മാനിൻ്റെ മാംസം കൊണ്ടാണ് പിണ്ടം വെച്ചത്. ദിവം യാതെ ജടായോ ദിവം യാതെ സുഹൃത പ്രേതകാര്യം പ്രാതനോഹോ. സുഹൃത്തിന് വേണ്ടിയിട്ട് പ്രേതകാര്യത്തെ ഊർധ്വദൈഹിക കർമ്മങ്ങളെ പിണ്ടാദി കാര്യങ്ങളെല്ലാം ചെയ്തു. ഗൃഹാനം വഴിയിൽ തടസ്സം സൃഷ്ടിച്ചായിട്ടുള്ള തം കബന്ധം, ആ കബന്ധനെ ജഘനിധ ഹനിച്ചു. പിന്നെ ഇങ്ങനെ സഞ്ചരിച്ച് സീതാന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ രാമൻ വഴിയിൽ ഒരു രാക്ഷസൻ കബന്ധൻ എന്ന പേരായിട്ട് കിടക്കുന്നുണ്ട്. കബന്ധൻ്റെ വയറ്റിലാണ് ഈ വായും മുഖമൊക്കെ. കബന്ധൻ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോൾ ഇന്ദ്രനുമായിട്ടുള്ളൊരു യുദ്ധത്തിൽ ഇന്ദ്രൻ തലയ്ക്കൊരു കിഴുക്ക് കൊടുത്തപ്പോൾ തല വയറ് വരെയാണ്ട് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, എന്താ മാർഗം എന്നുള്ള മട്ടായി. അപ്പോൾ വലിയ കൈകൾ, കാല് ഇല്ല, കാലും ഉള്ളിലേക്ക് കയറിയെന്ന, തലയും കാലും ഉള്ളിലേക്ക് കയറി. അപ്പോൾ കാല് അങ്ങനെ ഒന്നും നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കയ്യിൻ്റെ നീളം വളരെ കൂടി. അങ്ങനെ വഴിയിൽ കിടന്നു. കയ്യിൽ പെടുന്നതായിട്ടുള്ള എന്തിനേയും തിന്നാം, രാക്ഷസനാണല്ലോ, അപ്പോൾ എന്തിനേയും തിന്നാം. അപ്പോൾ കിട്ടിയതിനെ വിളക്കെ പിടിച്ച് തിന്നും. പക്ഷിയായാലും വേണ്ടില്ല, മൃഗമായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, മർത്തിനച്ചാൽ സന്തോഷമായി, അത്രയേ ഉള്ളൂ. അങ്ങനെ പിടിച്ച് തിന്നും. അപ്പോൾ അതിന് ശാപമുക്തിയായിട്ട് രാമൻ്റെ കൈ കൊണ്ട് മുക്തി എന്നാണ് പറയുന്നത്. കൈ ആരോ വെട്ടണത് വെച്ചാൽ അവരാൽ മുക്തി എന്നാണ്. അങ്ങനെയാണ് വഴിയിൽ കിടക്കുന്നത്. ഈ വഴിയിൽ കിടക്കുമ്പോഴാണ് സീതാന്വേഷണമായിട്ട് ഇങ്ങനെ രാമനും ലക്ഷ്മണനും കൂടിയിട്ട് സഞ്ചരിക്കുകയാണ്. സീതയെ കണ്ടോ, സീതയെ കണ്ടോ, എവിടെയാണ് സീത എന്ന് അന്വേഷിച്ചു കൊണ്ട് പോകുമ്പോൾ കബന്ധനെ കണ്ടു. ആ കൈകൾ രണ്ടും ഏട്ടനും അനിയനും അപ്പുറം അപ്പുറം വെട്ടി. അങ്ങനെ കബന്ധൻ്റെ ആഗ്രഹപ്രകാരം ഈ ശ്രീരാമനാൽ മുക്തി നേടി. എന്നിട്ട് അത് കത്തിക്കുകയും ചെയ്തു. അങ്ങനെ കബന്ധന് മുക്തി കൊടുത്തതിൻ്റെ ശേഷം ഹേ വാതാലയേശ ഗുരുവായൂരപ്പ ശബരിയുടെ അടുത്തെത്തി. മാതംഗ മുനിയുടെ ആശ്രമത്തിൽ ദാസിയായിട്ട് ശിഷ്യയായിട്ട് മാതങ്കി എന്ന് പേരായിട്ട് ഒരു രാക്ഷസി, ഒരു വിദ്യാഭ്യാസവും ഇല്ല, പക്ഷേ പരമഭക്തിയാണ്. മാതംഗ മഹർഷിയാണെന്ന് വെച്ചാൽ വളരെ ഭക്തനായിട്ടുള്ള ഗുരുതുല്യനാണ്, എല്ലാ അർത്ഥത്തിലും ആചാര്യനാണ്. അങ്ങനെയുള്ള ആ മഹാഋഷിയെ സേവനം ചെയ്തുകൊണ്ട് അവിടെ, അപ്പോൾ അത് ആ തപസ്സായി മാറി ഈ ശബരിയുടെ. ഭഗവാനെ കാണാനുള്ള അർഹത കിട്ടുട്ടോ എന്ന് മുനി അനുഗ്രഹിച്ചു. മുനിക്ക് പക്ഷേ അത് കിട്ടിയില്ല. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശിഷ്യയ്ക്ക് കിട്ടി. ആ ശിഷ്യയുടെ അടുത്ത് ശ്രീരാമനും ലക്ഷ്മണനും കൂടി ചെന്നു. കടിച്ചു നോക്കിയതായിട്ടുള്ള മധുരമുള്ളതായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള പഴത്തെ ശ്രീരാമൻ സ്വീകരിച്ചു. ശബരിക്ക് മുക്തി കൊടുത്തു. ശബരിയിൽ നിന്ന് ഈ പമ്പാ നദിയുടെ തീരത്ത് വസിക്കുന്നതായിട്ടുള്ള ഹനുമാനും സുഗ്രീവനും ജാമ്പവാൻ തൊട്ടുള്ളവർ അവിടെയുണ്ട്. അവരുമായിട്ട് സംഘം ചെയ്തോളൂ, സുഗ്രീവ സഖ്യം. ഹനുമാനുമായിട്ട് ബന്ധം, ഇത് രണ്ടും കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് ശബരി പറഞ്ഞു. അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഈ പാതാലയേശ ഗുരുവായൂരപ്പ ഭൃശം മുദിത മനഃ, വളരെയധികം സന്തോഷത്തെ പ്രാപിച്ചതായിട്ടുള്ള അങ്ങ് ത്വം മാം പാഹി, എന്നെ രക്ഷിക്കൂ എന്നീ പ്രകാരം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അഥാഭൂയ തന്നെ വിചിന്നൻ ദശമുഖ മദ്വധേന ത്വദ്വധൂം അഹൃത ഇതി ഉക്ത്വ ജടായൗ ദിവം യാതേ സുഹൃദ പ്രേതകാര്യം പ്രാതനോഹോ ഗൃഹാനം തം കബന്ധം ജഘനിധ ഹേ വാതാലയേശ ശബരിം പ്രേക്ഷ്യ പമ്പാതടേ വാദസൂനും സംപ്രാപ്തഃ ഭൃശം മുദിതമനാഹ ത്വം പാഹി എന്ന് അന്വയം. ഭൂയ തന്നീം വിചിന്വൻ അഹൃത ദശമുഖ ത്വദ്വധൂം മദ്വധേനേ ഇതി ഉക്ത്വ
യാതേ ജടായോ ദിവം അധ സുഹൃദ പ്രാതനോഹോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാഹ പാഹി വാതാലയേശ എന്ന് പദച്ഛേദം. അപ്പോൾ സീതയെ അന്വേഷിക്കുന്നതായിട്ട് രാമനും ലക്ഷ്മണനും കൂടിയിട്ട് സഞ്ചരിക്കുന്നു. ആ സമയത്ത് രാവണൻ കട്ടുകൊണ്ടുപോകുന്നത് ഈ ജടായു കണ്ടു. ജടായു യുദ്ധത്തിന് ചെന്നു. ജടായുവിൻ്റെ ചിറകരിഞ്ഞ് രാവണൻ ജടായുവിനെ താഴ്ത്തി വീഴ്ത്തി. ആ ജടായു സീതയുടെ അനുഗ്രഹം കൊണ്ട് രാമനെ കണ്ടിട്ടേ മരിക്കൂ, അതുവരെ വേദന ഉണ്ടാവില്ല എന്നെല്ലാം അനുഗ്രഹം സ്വീകരിച്ചു. ജടായു ഈ രാമനോട് കാര്യമൊക്കെ പറഞ്ഞു സ്വർഗം പൂകി. ജടായു സഹോദരൻ എന്ന് കണ്ടുകൊണ്ട് ശ്രീരാമൻ പിണ്ടം വെച്ചു, പ്രേതകാര്യങ്ങളെല്ലാം ചെയ്തു, സംസ്കാരം പിണ്ടമൊക്കെ ചെയ്തു, മാനിൻ്റെ മാംസമൊക്കെ കൊടുത്തു. അങ്ങനെ ഉദകപൂർവം എല്ലാം ചെയ്തുകൊണ്ട് അതിനൊരു വിധി ഉണ്ടാവും, ആ വിധിക്കനുസരിച്ച് ചെയ്തുകൊണ്ട് വീണ്ടും യാത്രയായി. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കബന്ധനെ കണ്ടു. കബന്ധൻ നീണ്ട കൈകളോട് കൂടിയിട്ടുള്ള ഒരു അസുരൻ, വയറിലാണ്. അങ്ങനെ ആ അസുരനെ വധിച്ച് മുക്തി കൊടുത്തു. അല്ലയോ ഗുരുവായൂരപ്പ. പിന്നെ ആ കബന്ധൻ പറഞ്ഞിട്ടാണ് ഈ ശബരി ആശ്രമത്തിൽ അങ്ങ് പോകണം എന്ന് പറഞ്ഞത്. അങ്ങനെ ശബരിയെ കണ്ടു. അത് മാതംഗാശ്രമത്തിലാണ്. മാതംഗമുനിയുടെ ശിഷ്യയായിട്ടുള്ള ഈ ശബരിയെ കണ്ടു. ആ ശബരി പറഞ്ഞിട്ട് ശബരി കൊടുത്തായിട്ടുള്ള ഫലത്തെ സ്വീകരിച്ച് ശബരിക്ക് മുക്തി കൊടുത്ത് ആ ശബരി പറഞ്ഞിട്ട് പമ്പാ തീരത്തിലുള്ള സുഗ്രീവനെ ഋഷ്യമൂകാചലത്തിൽ വെച്ചിട്ടാണ് അവിടെ ഒളിച്ച് താമസിക്കുകയാണ് പേടിച്ചിട്ട്. സുഗ്രീവൻ്റെ, ഹനുമാൻ്റെ, ജാമ്പവാൻ്റെ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവർ 5 പേരുണ്ടെന്നാണ് പറയാം. അപ്പോൾ അവർ താമസിക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തി അവരുമായിട്ട് സംഘം കിട്ടി. അങ്ങനെ ഏറ്റവും സന്തോഷിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കണം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഭൂയസ്തന്നിം വിചിന്നന്നഹൃതദശമുഖസ്ത്വദ്വധൂം മദ്വധേനേത്യുക്തായാതേ ജടായോ ദിവമധ സുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. ഇങ്ങനെ 34ാമത്തെ ദശകം സമാപിച്ചു. ഇനി ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള സംഘം വരെ ഇപ്പോൾ വായിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള രാമായണ കഥ അടുത്തതിൽ പറയാം. നാളെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ.